നമസ്കാരം, എല്ലാവർക്കും അജയ്സ് പ്രസിന്റെ ക്രിസ്മസ് ദിനാശംസകൾ. ഇന്നലെ ഞാൻ മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു കേട്ടോ. ഇന്നലെ ടിക്കറ്റ് കിട്ടിയ എൻ്റെ അമ്മോ, വയലൻസ് വയലൻസ് വയലൻസ്. അതുപോലെ തന്നെയാണ് ഇപ്പം മാർക്കോ മാർക്കോ മാർക്കോ. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ, ഇതുപോലെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും മലയാളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മോ, കില്ലും അനിമലും അതുപോലെ വിക്രമും ജയിലറും ഒക്കെ കണ്ട വടക്കേ ഇന്ത്യൻ ഗോസായി ഉണ്ടല്ലോ, അവന്മാരുടെ പോലും പൊളിഞ്ഞുപോയി മാർക്കോ കണ്ടപ്പോൾ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാർക്കോ പോലൊരു സിനിമ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കോ ഒരു ബെഞ്ച് മാർക്കോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. എന്താണ് മാർക്കോയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ അയ്യപ്പൻ സിനിമയുണ്ടല്ലോ, നമ്മുടെ പഴയ മാളികപ്പുറത്തിൽ നിന്നും ജയ് ഗണേഷിലൂടെ മാർക്കോയിലേക്കുള്ള ദൂരം അതെത്രയാണ് എന്നതാണ് പ്രധാന ചോദ്യം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3-4 ദിവസമായിട്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ബുക്ക് മൈ ഷോയിൽ തപ്പുമ്പോൾ ടിക്കറ്റ് ഇല്ല. തിയേറ്ററിൽ പോയാൽ അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്ക്. ഈ തിയേറ്ററിൽ പോയപ്പോൾ തന്നെ ടിക്കറ്റ് കിട്ടാത്തവർ വേറെ സിനിമകൾക്കൊക്കെ കയറുന്നതും കണ്ടു. മാളികപ്പുറം വന്നപ്പം ഒരു ഭക്തി സിനിമ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമുകുന്ദനെ ഡീഗ്രേഡ് ചെയ്തവർക്കും, അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദനെ സമാജം സ്റ്റാർ എന്ന് വിളിച്ച അധിക്ഷേപിച്ച ആൾക്കാർക്ക് വരെ, അതുപോലെ അദ്ദേഹത്തെ സംഗി എന്ന് വിളിച്ചും ഒട്ടേറെ പേർ ആക്ഷേപിച്ചു. അവരെ കൊണ്ടൊക്കെ കൈയടിപ്പിക്കുന്ന ഒരു മാജിക് ഉണ്ടല്ലോ, ആ മാജിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കോയിലേക്കുള്ള ദൂരം. മാർക്കോ വന്നപ്പോൾ കൂടെ വന്ന ബാക്കി പടത്തിനൊന്നും ആളില്ലാതെയായി. ആദ്യം വന്ന റൈഫിൾ ക്ലബ്ബ് നല്ല അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആൾക്കാരൊക്കെ മാർക്കോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. ഇ.ഡി. എന്നൊരു പടം വന്നു, അതിൻ്റെ കാര്യവും തദൈവ. ഇന്നിപ്പം മോഹൻലാലിൻ്റെ ബാറോസ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഗതി എന്താകുമോ എന്തോ. നമ്മുടെ പിള്ളേർ പറയുന്നത് പോലെ ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ഒരു സംശയവും വേണ്ട മക്കളെ, മാർക്കോ തൂക്കി. ഉണ്ണിമുകുന്ദന് നേരെ വലിയ തോതിലുള്ള ഡീഗ്രേഡിങ് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. മറ്റൊരു യുവതാരത്തിന് നേരെ നടക്കാത്ത ഈ ഡീഗ്രേഡിങ്ങും ചീത്തവിളിയും സിനിമയിൽ അയാൾക്ക് അപ്പന്മാരും തലതൊട്ടപ്പന്മാരും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ? ശരിയാണ്, അയാൾക്ക് ഒരു തലതൊട്ടപ്പനും ഇല്ല എന്ന് കരുതി ഇങ്ങനെ ചെയ്യുവാൻ പാടുണ്ടോ? ഈയിടെ സുരാജ് വെഞ്ഞാറമൂട് അയാളുടെ ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. ആ പ്രൊമോട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ മറ്റൊരു സിനിമയെ ഇകഴ്ത്തി കാട്ടേണ്ട കാര്യമുണ്ടോ? അതേപോലെ തന്നെയല്ലേ ജാഫർ ഇടുക്കിയും പറഞ്ഞത്, ഏതാണ്ട് സമാനമായ ഒരു പ്രസ്താവന. മാർക്കോ കീർക്കോ എന്നൊക്കെ അയാൾ പറയുന്നത് കേട്ടു. ഇവരാരെങ്കിലും, ഈ മഹാന്മാർ ആരെങ്കിലും മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ പൃഥ്വിരാജിൻ്റെയോ ഒക്കെ സിനിമയെ പറ്റി ഇങ്ങനെ ഒരു കമൻറ്റ് പറയുമോ? പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. പറയില്ല, അതാണ് സത്യമായ കാര്യം. തനിയെ വഴിവെട്ടി വന്നവനാണ് എന്നാണല്ലോ ഇപ്പോഴത്തെ സർവ്വസാധാരണമായ പ്രയോഗം. ശരിക്കും ഉണ്ണിമുകുന്ദൻ അയാളാണ് തനിയെ വഴിവെട്ടി വന്നവൻ. ഒരു ചിത്രം അതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് അതിൻ്റെ നിർമ്മാതാക്കൾ എന്താണോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, എന്തായിരിക്കും ആ ചിത്രം എന്ന് അവർ അവകാശപ്പെട്ടിട്ടുണ്ടോ, അതിൽ നിന്നും അണുവിട മാറാത്ത ഒന്ന് തന്നെയാണ് മാർക്കോ. നിർമ്മാണഘട്ടത്തിലൊക്കെ മാർക്കോ ഒരു യൂബർ വയലന്റ് ചിത്രമായിരിക്കും ഇത്, അതാണ് പറഞ്ഞിരുന്നത് നിർമ്മാതാക്കൾ. എന്നാൽ ഈ പറഞ്ഞതും കേട്ടതും ഒന്നുമല്ല കണ്ടത്. കട്ടച്ചോര, കട്ട വയലൻസ്. ഇംഗ്ലീഷിൽ നമ്മൾ ഗോർ, സ്കേരിയസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്നാണ് ഈ സിനിമ. ഒരു സാധാരണ റിവെഞ്ച് സിനിമ തന്നെയാണ് മാർക്കോ. പക്ഷേ ഹനീഫ് അദേനി എന്ന് പറഞ്ഞ ഒരു സംവിധായകനുണ്ടല്ലോ, അങ്ങേരെ അത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല എൻ്റെ മക്കളെ. മാർക്കോയിലെ കഥാപാത്രങ്ങളും മറ്റും വളരെ സ്റ്റൈലൈസ്ഡ് ആണ്. എന്നാൽ പ്രധാന കഥാപാത്രത്തെ ഒഴികെ മറ്റു കഥാപാത്രങ്ങളെയൊക്കെ വികസിപ്പിക്കാനൊന്നും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയില്ല. പ്രത്യേകിച്ചും ജഗദീഷിൻ്റെ കഥാപാത്രം ഒഴിച്ച്. പ്രധാന കഥാപാത്രമായിട്ട് മാർക്കോ ആയിട്ട് വരുന്ന ഉണ്ണിമുകുന്ദനാണ്. ഉണ്ണിമുകുന്ദൻ്റെ പെർഫോമൻസ് എക്സെപ്ഷണലാണ്. ഉണ്ണിയുടെ ഈ ഒരു പെർഫോമൻസ് ഒരു കാരണവശാലും ഇന്ത്യൻ സിനിമ ശ്രദ്ധിക്കാതെ പോകില്ല. കാരണം ഇത് ഉണ്ണിമുകുന്ദൻ്റെ ഒരു കരിയർ ഡിഫൈനിങ് റോളാണ്, സംശയം വേണ്ട. അതുപോലെ തന്നെയാണ് ജഗദീഷിൻ്റെ പ്രകടനം, ഞെട്ടിച്ചു കളഞ്ഞു. സാധാരണ നമ്മൾ ജഗദീഷിനെ കണ്ടിട്ടുള്ള റോളുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു റോളിലാണ് നിങ്ങൾക്ക് ഈ സിനിമയിൽ ജഗദീഷിനെ കാണാൻ പറ്റുക. സിദ്ധിക്കും വളരെ നന്നായിട്ടുണ്ട്. ഇവരിൽ നിന്നെല്ലാം എടുത്തു പറയേണ്ട വ്യത്യസ്തനായ ഒരാളുണ്ട്, അത് ഷമ്മി തിലകൻ്റെ മകൻ അഭിമന്യു തിലകനാണ്. ഒരു പുതുമുഖമാണെന്ന് തോന്നുകയില്ല, അങ്ങനെ തോന്നിയേയില്ല ഈ സിനിമ കണ്ടപ്പം. ഗംഭീരമായിട്ടുണ്ട് ആ പയ്യൻ, നല്ല ഭാവിയുള്ള പയ്യൻ, ഒരു സംശയവും വേണ്ട കേട്ടോ. എല്ലാവർക്കും പറ്റിയ ഒരു ചിത്രമാണ് മാർക്കോ എന്നൊന്നും ഞാൻ പറയില്ല, കാരണം കുട്ടികളെ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ മനക്കട്ടിയുള്ള സ്ത്രീകൾ മാത്രം ഇത് കാണുക, അതുപോലെ തന്നെ പുരുഷന്മാരും. കാരണം ഇതിൻ്റെ നിർമ്മാതാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ പ്രോമിസ് ചെയ്തിരുന്നത് എന്താണോ അവരത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വയലൻസ് എന്താണോ എത്രയാണോ അതൊക്കെ മേലെയാണ് ഇവിടെ വയലൻസ്. ഇനി ഇതെല്ലാം പറഞ്ഞു കേട്ട് അതിൽ നിന്നുണ്ടായ ഒരു എക്സ്പെക്റ്റേഷനോടെ പോകുന്നവർക്ക് ഒരുപക്ഷെ അതുക്കും മേലെ എഫക്റ്റ് ഉണ്ടായില്ലെങ്കിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലാഷ്, ഡാർക്ക്, ഗോർ, ഹാക്ക് എന്നൊക്കെ പറയുന്ന ചില ഐറ്റംസ് ഇല്ലേ, അതെല്ലാം ഈ ചിത്രത്തിലുണ്ട്. ആദ്യ പകുതി ഒരു ഇമോഷണൽ ഡെപ്തുള്ള ത്രില്ലിങ് ആക്ഷൻ സീക്വൻസുകൾ കൊണ്ട് സംഭവ ബഹുലമാണ്. എന്നാൽ രണ്ടാം പകുതിയോ ആദ്യ പകുതിയെ ആംപ്ലിഫൈ ചെയ്യുന്ന ഗ്രിപ്പിംഗ് ഫൈറ്റ് സീൻസും എഡ്ജ് ഓഫ് ദ സീറ്റ് മൊമെൻറ്റ്സും കൊണ്ട് അതും സംഭവ ബഹുലമാണ്.
പ്രത്യേകിച്ചും പ്രതികാരദാഹിയായിട്ട് മാർക്കോ ഇറങ്ങുമ്പോൾ രക്തപ്പുഴ ഒഴുകുന്നുണ്ട്. പലതും ഇപ്പോൾ പറയുന്നത് ഞാൻ പല വീഡിയോസിലും ഒക്കെ കണ്ട കണക്കിലാണെങ്കിൽ ഇത് ഈ എഡിറ്റിംഗ് ടേബിളിലും ഒക്കെ ആയിട്ട് ഒട്ടേറെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ കാണുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതിൽ കൂടുതലൊക്കെ ഇവർ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. CG എല്ലാം ചേർത്തിട്ട് വലിയ എഫക്റ്റാണ് ഇതിന് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കത്തി കയറുമ്പോൾ സ്ലാഷ് ചെയ്യുമ്പോഴൊക്കെ ഒരു ശബ്ദമില്ലേ, അത് തന്നെയാണ് കൂടുതൽ സമയവും തിയേറ്ററിൽ. ഈ രവി ബസ്രൂർ, അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ KGF-ന്റെ ഒക്കെ സംഗീത സംവിധായകൻ. രവി ബസ്രൂരിൻ്റെ സംഗീതം ആകുമ്പോൾ പറയാതെ വയ്യ. ഓരോ സീനിനെയും എലിവേറ്റ് ചെയ്യാൻ അത് ചെയ്ത സഹായം ചില്ലറയൊന്നുമല്ല കേട്ടോ. ചന്തു ശെൽവരാജിൻ്റെ സിനിമാറ്റോഗ്രാഫി, അതും സ്റ്റണ്ണിങ് എന്നേ പറയാനുള്ളൂ. ഇനി പറയാതെ പോകാൻ പറ്റില്ലാത്ത ഒരാളുണ്ട്. ഇത്രയും വലിയ ഒരു വയലൻ്റ് ആക്ഷൻ പാക്ഡ് ത്രില്ലർ സിനിമയുടെ ചങ്കാണ് സ്റ്റണ്ട്. ഇതിലെ സ്റ്റണ്ട് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് കലൈ കിങ്സൺ എന്ന് പറഞ്ഞ ഒരാളാണ്. ക്രെഡിറ്റിൽ അങ്ങനെയാണ് പേര് വായിച്ചത്. ഞാൻ ഇയാളുടെ പേര് ആദ്യമായിട്ട് കേൾക്കുക. ഗൂഗിളിൽ പരതിയപ്പോഴാണ് ഇയാൾ വാഴയുടെയും തലവൻ്റെയും ഒക്കെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു എന്നറിയുന്നത്. പൊളി സാധനമാണേ ഈ മച്ചാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിൽ ഒരു സ്റ്റണ്ട് സീൻ ഉണ്ട് കേട്ടോ. അതുമാത്രം മതി ഈ മച്ചാൻ്റെ ഒരു കാലിബർ അറിയാൻ. എന്തൊക്കെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഉണ്ണി മുകുന്ദനും പ്രൊഡ്യൂസർ ഷെരീഫും കൂടി ചേർന്ന് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു അഡാർ ഐറ്റമാണ്, ഒരു സംശയവും വേണ്ട. ലോലഹൃദയർ, ദയവായിട്ട് തിയേറ്ററിലേക്ക് പോവല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.